മുഖ്യമന്ത്രിക്കൊപ്പം നോർക്ക റൂട്ട്സിൻ്റെ വൈസ് ചെയർമാൻ എം.എ. യൂസഫലിയുണ്ട്, ശ്രീ രവി പിള്ളയുണ്ട്, വ്യവസായ പ്രമുഖരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിമാരുണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്, കേന്ദ്രമന്ത്രിമാർ ഉടൻ എത്തും. CAയുടെ സഞ്ജീവ് പുരി, പ്രതിനിധി അധ്യക്ഷൻ സഞ്ജീവ് പുരിയുണ്ട്. 2 കേന്ദ്രമന്ത്രിമാരാണ് പങ്കെടുക്കുന്നത്, പീയൂഷ് ഗോയലും ജയന്ത് ചൗധരിയും. ഓൺലൈനായിട്ട് നിതിൻ ഗഡ്കരി പങ്കെടുക്കും. മുഖ്യമന്ത്രി മുൻകൂട്ടി തന്നെ കാലേകൂട്ടി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്, എല്ലാവരെയും സ്വീകരിക്കുകയാണ്. വളരെ ഗംഭീരമായ ഒരു തുടക്കത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കൈരളി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം ഇപ്പോൾ UAEയുടെ ധനകാര്യ മന്ത്രി, അതുപോലെ തന്നെ ബഹറിൻ്റെ വാണിജ്യ വ്യവസായ മന്ത്രി തല സംഘമാണ് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ലോകത്തെ 126 രാജ്യങ്ങളുടെ, ലോകത്തിലെ 126 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തുകയാണ്. ഏതാണ്ട് അനൗപചാരിക ഉദ്ഘാടന ചടങ്ങ് ഒരല്പസമയത്തിനകമാണ് ആരംഭിക്കുക. പക്ഷേ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ കാണാൻ ഈ വന്ന നമ്മൾ ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും അവരുമായുള്ള കുശലാന്വേഷണം നടക്കുന്നു. അതിനുശേഷമാണ് ഉദ്ഘാടന സെഷനിലേക്ക് പോവുക. ഇന്നും നാളെയുമായി വളരെ വിപുലമായ രീതിയിലാണ് സെഷനുകളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കേരള സർക്കാർ പൂർണ്ണമായി ഇവിടെ തന്നെയുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, അതുപോലെ തന്നെ രാവിലെ വ്യവസായ മന്ത്രി പറഞ്ഞതുപോലെ ജില്ലാ കളക്ടർമാരോട് പോലും കൊച്ചിയിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാത് ജില്ലകളുടെ സാഹചര്യങ്ങളൊക്കെ നോക്കി ജില്ലാ കളക്ടർമാർ പോലും ഉണ്ടാകും. ഇവിടെ വരുന്ന സംരംഭങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിനും മറ്റുമായി എല്ലാ തരത്തിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തെയും സജ്ജമാക്കിയിട്ടുണ്ട്. മന്ത്രിമാരെല്ലാവരും ഉണ്ട്. അങ്ങനെ വളരെ വളരെ വിപുലമായ തോതിൽ, കാരണം ഇതിൻ്റെ ഒരു വലിയ മികവ് മുൻകാലങ്ങളിൽ നിന്നൊക്കെ ഭിന്നമായി ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത, സവിശേഷത എന്ന് പറയുന്നത് രാജ്യത്തെ വ്യവസായ സൗഹൃദ നിക്ഷേപ അന്തരീക്ഷമുള്ള ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ചാർട്ടിൽ 1ാം റാങ്കിൽ നിൽക്കുന്ന സ്റ്റേറ്റാണ് കേരളം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ലോകമെമ്പാടുമുള്ള ഇൻവെസ്റ്റേഴ്സിനെ, വ്യവസായ രംഗത്തുള്ളവരെ കേരളത്തെ കൂടുതൽ ആകർഷിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കേരള ഈസ് ഇൻവൈറ്റിംഗ് എന്ന നിലയിലാണ് അവരെ എല്ലാവരെയും ഇപ്പോൾ ഈ കൊച്ചിയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള മികവുറ്റ ഒരു തുടക്കത്തിലേക്ക് പോവുകയാണ്. ഈ കേരളത്തിലെ ഈ സമ്മിറ്റിലേക്ക് ക്ഷണിച്ചവരെല്ലാം എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി എത്തി, സംസ്ഥാനത്തെ മന്ത്രിമാരെല്ലാം ഉണ്ട്. വിനുഷ, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതുതന്നെയാണ്. ശരത്ത്, കേരള ഈസ് ഇൻവൈറ്റിംഗ് എന്ന ടാഗ് ലൈനാണ് നമ്മൾ ആ വേദിയുടെ ഫ്രണ്ടിൽ തന്നെ കാണുന്നത്. കേരളം ക്ഷണിക്കുകയാണ് നിക്ഷേപകരെ. ആ നിക്ഷേപ സാധ്യതകൾ ഏതെങ്കിലും തരത്തിൽ ഈ ഉച്ചകോടിയിൽ തന്നെ സംരംഭകർ മുന്നോട്ട് വെച്ചാൽ അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ സ്പോട്ടിൽ നടക്കും. കൃത്യമായി ഒരു വ്യവസായം തുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയായി മാറ്റുന്നുണ്ട് ഈ ഒരു ഉച്ചകോടി.